വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവർ. ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാൻ. സൂറത്തുൽ ലുഖ്മാൻ 6-ാമത്തെ ആയത്ത്. ഇവിടെ ലഹ്വൽ ഹദീസ് എന്താണ്? ലഹ്വൽ ഹദീസ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു സംഗീതമാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അതാ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അത് സംഗീതമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് സംഗീതമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ തന്നെ സംഗീതം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, വ്യഭിചാരവും പട്ടുവസ്ത്രം ധരിക്കലും മദ്യപാനവും സംഗീത ഉപകരണങ്ങളും ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടായി തീരുക തന്നെ ചെയ്യും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അനുവദനീയമാക്കും, യസ്തഹില്ലൂൻ അവർ അനുവദനീയമാക്കും, അഥവാ ദീൻ നിഷിദ്ധമാക്കിയതാണ്. ദീൻ നിഷിദ്ധമാക്കിയ ഖംർ മദ്യം അനുവദനീയമാക്കും ചില ആളുകൾ. ദീൻ നിഷിദ്ധമാക്കിയ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കൽ അനുവദനീയമാക്കും ചില ആളുകൾ. അതുപോലെ തന്നെ ദീൻ നിഷിദ്ധമാക്കിയ സംഗീതവും ചില ആളുകൾ അനുവദനീയമാക്കും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചാരത്തോടും പട്ടുവസ്ത്രത്തോടും ഖംർ മദ്യത്തോടുമാണ് സംഗീത ഉപകരണങ്ങളെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ദീൻ നിഷിദ്ധമാക്കിയ ഒരു സാധനം, ഒരു കാര്യം, അതെന്തിനാണ് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ദീൻ ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്.